IVF ചികിത്സയിൽ അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും ഭ്രൂണത്തിൻ്റെയും ക്വാളിറ്റി എത്രത്തോളം പ്രധാനമാണ്, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് IVF ലാബിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു IVF ലാബ് എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. IVF ലാബിൽ നമ്മൾ കാണുന്ന കുറേ മെഷീൻസ് ഉണ്ട്. കാരണം ഇവയൊക്കെയാണ് നമ്മളെ ഒരു ഭ്രൂണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അവയിലുള്ളതാണ് വർക്ക് സ്റ്റേഷൻ, IVF വർക്ക് സ്റ്റേഷൻ. വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം നമുക്ക് തരുന്ന ഒന്നാണ്. അവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഊസൽ പിക്കപ്പ് മുതൽ എംബ്രിയോ ട്രാൻസ്ഫർ വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർക്ക് സ്റ്റേഷനിൽ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെയുള്ളതാണ് മൈക്രോ മാനിപ്പുലേറ്റർ. ഇക്സി എന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മൈക്രോ മാനിപ്പുലേറ്റർ വഴിയാണ് ചെയ്യുന്നത്. അതേപോലെ ഭ്രൂണങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ, ഇവയൊക്കെ നമ്മൾ ഇൻക്യുബേറ്റേഴ്സിലാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് IVF ലാബിലെ അന്തരീക്ഷം, അതായത് എയർ ക്വാളിറ്റി. പൊടിപടലങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ വൃത്തിയിൽ അത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്, ഇവയൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഒരു IVF ലാബിൽ കാണുന്നതാണ്. അപ്പം ഇത്രയും സൂക്ഷ്മതയോടെ കരുതലോടെയാണ് നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെയും അണ്ഡവും ബീജവും ഒക്കെ ഉപയോഗിക്കുന്നതും ഭ്രൂണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ.